ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ കളക്ടറിന് റിപ്പോർട്ട് നൽകി സ്കൂൾ പ്രിൻസിപ്പൽ. സംഭവം റാഗിംഗ് അല്ല എന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. കുട്ടികൾ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരുന്നു. അതേസമയം കുട്ടിയുടെ പിതാവ് ഇന്ന് ആന്റി റാഗിംഗ് സെല്ലിന് പരാതി നൽകും. സുധീഷ് ഗോപാൽ ചേരുകയാണ് വിവരങ്ങളുമായി. സുധീഷ്, റാഗിംഗ് അല്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്, പക്ഷെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് രക്ഷിതാവ്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെയാണ് 11ാം തരത്തിൽ പഠിക്കുന്ന 6 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അരികിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അതിനുശേഷം മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നത് അത് അങ്ങനെ വലിയ മർദ്ദനമൊന്നും അല്ലായിരുന്നു എന്ന തരത്തിലാണ്. എന്നാൽ മർദ്ദനമേറ്റ് ഈ കുട്ടി ബോധരഹിതനാകുകയും പിന്നീട് അവനെ മറ്റ് വിദ്യാർത്ഥികൾ ചേർന്ന് മുറിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് രക്ഷിതാവും കുട്ടിയും കഴിഞ്ഞ ദിവസം നമ്മളോട് വിശദീകരിച്ചത്. ആ രീതിയിലൊരു മർദ്ദനം നടന്നതുകൊണ്ട് തന്നെയാവണം 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ അതിനെ ലഘൂകരിച്ച് പറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അത്തരത്തിലാണ് ജില്ലാ കളക്ടർക്ക് വിശദീകരണവും നൽകിയിരിക്കുന്നത്. ഇതേസമയം കുട്ടിയും അച്ഛനും മാന്നാർ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പ്രതിഭാഗത്ത് വരേണ്ടവരും പ്രായപൂർത്തിയാവാത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നതുകൊണ്ട് തന്നെ അത് ജില്ലാ കളക്ടറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ഇന്ന് അടിയന്തര PTA യോഗം കൂടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷം നവോദയ സ്കൂളിൽ PTA യോഗവും ചേരും. ഇതേ സാഹചര്യത്തിൽ തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇന്ന് കുട്ടിയുടെ മൊഴിയെടുക്കാനും വീട്ടിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതേസമയം ഇത്തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അതിനെ ലഘൂകരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി നൽകാനാണ് രക്ഷിതാവിന്റെ തീരുമാനം. അത്തരത്തിൽ ഇന്ന് തന്നെ പരാതി നൽകുമെന്നാണ് രക്ഷിതാവ് അറിയിച്ചിട്ടുള്ളതും. അനു.